തിരുവനന്തപുരത്ത് വർക്കലയിൽ ഇന്നലെ വന്ദേ ഭാരത് ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ചു. നിങ്ങൾ അറിഞ്ഞായിരുന്നു? ആ ഓട്ടോറിക്ഷയിൽ ഇടിച്ചതിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് കൈമാറി. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്നിപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തും. സുനിഷ ഏലൂരുണ്ട്. സുനിഷ, അതിനാൽ ഞെട്ടിക്കുന്ന സംഭവമായി പോയി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇച്ചിരി വല്ലതും അടിച്ചിട്ടെങ്ങാനും ഈ ഓട്ടോ ഡ്രൈവർ വണ്ടി ഓടിച്ച് നിയന്ത്രണം വിട്ട് അവിടെ വന്ന് കുടുങ്ങിയതാണോ? അരുൺ, അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. അതായത് കല്ലമ്പലം സ്വദേശിയായ സുധി, ഇയാൾ മദ്യലഹരിയിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയായിരുന്നു എന്നുള്ളതാണ്. അകത്തുമുറി റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം പണി നടക്കുകയാണ്. അതുകൊണ്ട് റോഡിൽ നിന്നും വാഹനം ഓടിച്ച് പ്ലാറ്റ്ഫോമിൽ കയറ്റാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ട് അവിടെ എന്നുള്ളതാണ്. അങ്ങനെ ഇയാൾ ഓട്ടോറിക്ഷയും എടുത്ത് ഈ മദ്യലഹരിയിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇയാൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഓടിച്ചിരിക്കുന്നതിനിടയിലാണ് ട്രെയിൻ വരുന്നത് കാണുന്നത്. അത് കണ്ട് ഭയന്നിറങ്ങി ഓടിയപ്പോൾ ഓട്ടോ നിയന്ത്രണം തെറ്റി ട്രാക്കിലേക്ക് വീണതാണ് എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ വർക്കല പോലീസ് എത്തി കേസെടുക്കുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് RPF കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. വർക്കല പോലീസ് ഇപ്പോൾ പ്രതിയെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ മാറ്റങ്ങൾ. അതായത് ഇപ്പോഴും വാഹനം അവിടെ നിന്നും മാറ്റിയിട്ടില്ല. അത്തരത്തിൽ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും വാഹനങ്ങൾ മാറ്റുക. കാരണം കഴിഞ്ഞ ദിവസം തന്നെ വലിയൊരു സംശയം, ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ ഇതിൽ എന്നതടക്കമുള്ള സംശയമുണ്ടായിരുന്നു. ട്രാക്കിലേക്ക് ഇയാൾ തള്ളിയിട്ടതാണ് ഓട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിക്കൊണ്ട് പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രതി ഇപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ കൊച്ചുവേളി സ്റ്റേഷനിലാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇയാളെ കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിൽ പ്രാഥമികമായി പറയുന്നത് ഇയാൾ മദ്യലഹരിയിൽ എത്തി ഭയന്ന് പെട്ടെന്ന് ഓടിയപ്പോൾ നിയന്ത്രണം വിട്ട് വാഹനം ഈ ട്രാക്കിലേക്ക് എത്തുകയും അതുവഴി വന്ന വന്ദേ ഭാരത് ഇടിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് അരുൺ. ഓക്കെ, അതെന്തായാലും വല്ലാത്തൊരു ഇടിയായി പോയി. ഓട്ടോ